എ പ്ലസ് വിഷൻ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സ്കൈ വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടംപൊയിൽ വളംതോട് മലപ്പുറം. വിദ്യാർത്ഥികളെ നേർവഴിക്ക് നയിക്കുന്നതിൽ അധ്യാപകരുടെ പങ്ക് ഏറെ വലുതെന്ന് മാനന്തവാടി രൂപത അധ്യക്ഷൻ മാർ ജോസ് പൊരുന്നേടം. നിലമ്പൂർ ലിറ്റിൽ ഫ്ലവർ ഹയർ സെക്കൻഡറി സ്കൂൾ 48ാമത് വാർഷികാഘോഷം നിലമ്പൂർ ലിറ്റിൽ ഫ്ലവർ ഓഡിറ്റോറിയത്തിൽ നിലവിളക്ക് തെളിയിച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിദ്യാർത്ഥികൾക്ക് ആവശ്യം അധ്യാപകരുടെ അനുഗ്രഹമാണ്. വിദ്യാർത്ഥികളെ നല്ല വഴിക്ക് നടത്താനാണ് അധ്യാപകർ ശ്രമിക്കുന്നത്. അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിലുള്ളത് വലിയ ആത്മബന്ധമാണ്. തൻ്റെ ജീവിതത്തിൽ ഇന്ന് കാണുന്ന എല്ലാ നേട്ടങ്ങൾക്കും വഴികാട്ടിയായത് 1ാം ക്ലാസ്സിലെ തൻ്റെ അധ്യാപകനായ ശ്യാമളൻ സാറാണെന്നും മാർ ജോസ് പൊരുന്നേടം പറഞ്ഞു. കുട്ടികളെ വഴിതെറ്റിക്കാൻ ഒരു വലിയ വിഭാഗം പുറത്തു നിൽക്കുന്നു എന്ന കാര്യം മറക്കരുതെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. എന്നിട്ട് ഇവനെ ഉന്തുകയും അടിക്കുകയും ഇടിക്കുകയും എല്ലാം ചെയ്യുകയാണ്. അതിൻ്റെ കാരണം എന്താണ്? എന്നിട്ട് പത്രക്കാർ എഴുതിയിരിക്കുകയാണ്, നമ്മുടെ കുട്ടികൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് എഴുതിയവർക്ക് നന്നായിട്ട് അറിയാം. കാരണം എന്താണ്? നമ്മുടെ കുട്ടികളുടെ മനസ്സിൽ ധാർമ്മികമായിട്ടുള്ള ബോധ്യങ്ങൾ ഇല്ലാതാകുന്നത് കൊണ്ടാണ്. നമ്മൾ സമൂഹത്തിൽ പാലിക്കേണ്ടതായിട്ടുള്ള മര്യാദകൾ അവർക്ക് ഇല്ലാതെ പോകുന്നതുകൊണ്ടാണ്. അതിൻ്റെ കാരണം എന്താണ്? അവരോട് ആർക്കും പറഞ്ഞു കൊടുക്കാൻ സാധിക്കുന്നില്ല. പറഞ്ഞാൽ ഉടനെ അവർക്കെതിരെ ദേഷ്യപ്പെട്ടു, അവർക്കെതിരെ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞ് ഉടനെ ചൈൽഡ് ലൈനിലേക്ക് റിപ്പോർട്ട് ചെയ്യുന്നു. ചൈൽഡ് ലൈൻ ഗാർഡ് ഉടനെ തന്നെ മിനിറ്റ് വൈകാതെ എത്തുന്നു, സാറിനെ അറസ്റ്റ് ചെയ്യുന്നു, ജയിലിലിടുന്നു. ഇങ്ങനെയുള്ളിടത്ത് അധ്യാപകർക്ക് ഒരിക്കലും മനസ്സമാധാനത്തോട് കൂടിയിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മുടെ കുട്ടികൾ വഴിതെറ്റിപ്പോകുന്നതിൻ്റെ കാരണം അതൊക്കെ തന്നെയാണ്. മദ്യവും മയക്കുമരുന്നും എല്ലാം ഉണ്ട്. മാത്രമല്ല ഇന്ന് നമ്മുടെ 5 വയസ്സുള്ള കുട്ടിക്ക് പോലും ഒരു 25 വയസ്സുള്ള യുവാവിൻ്റെയോ യുവതിയുടെയോ മാനസികാവസ്ഥയിലാണ് അവരുടെ ആ ഒരു ശൈശവം നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. കാരണം എന്താണ്? അവർ കാണുകയും കേൾക്കുകയും എല്ലാം ചെയ്യുന്നത് ആ കാര്യങ്ങളാണ്. നിരന്തരമായിട്ട് മൊബൈൽ ഫോണിലൂടെയും കമ്പ്യൂട്ടറിലും എല്ലാം കാണുന്നത് ഇതൊക്കെ തന്നെയാണ്. നമ്മൾ ഓർക്കണം, ഇതിനെ ഇംഗ്ലീഷ് ഭാഷയിൽ നറേറ്റീവ്സ് എന്ന് പറയും. നമ്മുടെ കുട്ടികളെ ഈ നറേറ്റീവ്സ് കൊണ്ട്, ആഖ്യാനങ്ങൾ എന്ന് വേണമെങ്കിൽ മലയാളത്തിൽ പറയാം, അവരെയൊക്കെ വഴിതെറ്റിക്കാനായിട്ട് ശ്രമിക്കുന്ന നിശ്ചിത താല്പര്യക്കാരുണ്ട് എന്നുള്ളത് മാതാപിതാക്കൾ മറന്നു പോകരുത്, സമൂഹം മറന്നു പോകരുത്. പ്രിയമുള്ളവരെ, ഈ ലിറ്റിൽ ഫ്ലവർ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് അക്ഷരങ്ങൾ പകർന്നു കൊടുക്കുക മാത്രമല്ല. അങ്ങനെയായിരുന്നെങ്കിൽ വളരെ എളുപ്പമായിരുന്നു. നിങ്ങളിവിടെ കണ്ടതാണ് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു. കുഞ്ഞുങ്ങളുടെ മനസ്സിലേക്ക് മൂല്യങ്ങൾ ചെന്നില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും അവർ വഴിതെറ്റിപ്പോകും. സോഷ്യൽ എൻജിനീയറിംഗ് എന്നൊക്കെ പറയുന്ന ചില കാര്യങ്ങളുണ്ട് നമ്മുടെ സമൂഹത്തിൽ. അങ്ങനെയൊക്കെ നടക്കുന്നു. സോഷ്യൽ എൻജിനീയറിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? കുട്ടികളെ ഒരു പ്രത്യേക ശാസ്ത്രത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ശ്രമങ്ങൾ ഇത്തരത്തിലുള്ള നറേറ്റീവ്സിലൂടെ നടക്കുന്നുണ്ട്. ഇന്നത്തെ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ, പ്രത്യേകിച്ച് ഫേസ്ബുക്ക് ഒക്കെ എടുത്തു നോക്കുക. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് കഥകളും കവിതകളും എല്ലാം ഉണ്ടാക്കാൻ പറ്റും. വ്യക്തികളെ അതുപോലെ തന്നെ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. നമ്മൾ വിചാരിക്കും ഇതെല്ലാം നേരാണ് എന്ന്. ഒന്നുമല്ല, അതെല്ലാം ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള കാര്യങ്ങളാണ് കുട്ടികളെ വഴിതെറ്റിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മൂല്യങ്ങളിൽ നിന്ന് അകറ്റിയിട്ട് വഴിതെറ്റിച്ചെങ്കിൽ മാത്രമേ കച്ചവടം നന്നായിട്ട് പുരോഗമിക്കുകയുള്ളൂ. നിലമ്പൂർ ലിറ്റിൽ ഫ്ലവർ ഫൊറോന വികാരിയും സ്കൂൾ മാനേജറുമായ ഫാദർ സെബാസ്റ്റ്യൻ പുത്തേൻ അധ്യക്ഷത വഹിച്ചു. നിലമ്പൂർ നഗരസഭാ ചെയർപേഴ്സൺ പത്മിനി ഗോപിനാഥ് മുഖ്യാതിഥിയായിരുന്നു. നഗരസഭാ കൗൺസിലർമാരായ ഫ്രാൻസിസ് അമ്പലത്തിങ്ങൽ, ഷിഹാബ് ഇണ്ണി, സ്കൂൾ അസിസ്റ്റന്റ് മാനേജർ ഫാദർ അനൂപ് കൊച്ചേരി, അഡ്വക്കേറ്റ് ഷെറി ജോർജ്, ഡോക്ടർ ജിനു ജോൺ, അബ്ദുൾ റിയാസ്, സ്കൂൾ ലീഡർ അലൻ കൃഷ്ണ, ഫാദർ ജിബിൻ ദേവസ്യ, ബിജു ചെറിയാൻ എന്നിവർ സംസാരിച്ചു. വിരമിച്ച അധ്യാപകരായ ജാൻസി, ഡൈന ജോസ്, ഇ.ടി. ലിജി എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. എ പ്ലസ് വിഷൻ, നിലമ്പൂർ.
അളവില്ലാത്ത ആഘോഷം, അളവില്ലാത്ത ആനന്ദം. സ്കൈവേവ് അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, മലപ്പുറം.